അപ്പോൾ അതാണ് നമുക്ക് പിന്നെ ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ രക്ഷിതാക്കളും ഒപ്പം ഉണ്ടാവണം എന്നുള്ളൊരു അതിപ്പോ നമ്മൾ പറഞ്ഞു വന്നത് അതായിരുന്നു. തീർച്ചയായും അവർക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അതിൽ നിന്നായിരിക്കും, പിന്തുണ. അതെ, ആ ഒരു ധൈര്യം പരീക്ഷയുടെ സ്ട്രെസ് കുറയ്ക്കാനും തീർച്ചയായിട്ടും. പക്ഷേ നമ്മുടെ അതിലാകെ ഒരു മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ ആശാവർക്കർമാരുടെ കാര്യമാണ്. വീടും കുടുംബവും ഉപേക്ഷിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 22 ദിവസമായിട്ടാണ് അവരിപ്പോൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കടുത്ത വെയിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മഴയൊക്കെ അവഗണിച്ചിട്ടും അവർ ആ ഒരു പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുന്നവരെ എന്തായാലും സമരം തുടരും എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ആശാവർക്കർമാർ. അപ്പോൾ അതിനിടയിൽ അവർക്ക് അവരുടെ കുടുംബത്തിനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കായിട്ട് സമയം മാറ്റി വയ്ക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്, പ്രത്യേകിച്ചും പരീക്ഷ അടക്കം നടക്കുന്ന സമയം. തീർച്ചയായും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 22 ദിവസമായി തുടരുന്ന സമരത്തിന്റെ വീര്യമൊട്ടും കുറയാതെയായിരുന്നു ആശാവർക്കർമാരുടെ നിയമസഭയ്ക്ക് മുന്നിലെ പ്രതിഷേധവും. പകലിലെ സമരച്ചൂടിന്റെ ക്ഷീണം മാറ്റാൻ വട്ടം കൂടി പാട്ടുപാടിയും സമരപ്പന്തലിൽ തുടരുകയാണ് ആശാവർക്കർമാർ. ഇനി ഞങ്ങൾ ഇവിടെ അവശേഷിക്കുന്നത് ഒരു തരി ജീവനുള്ള ഒരാളാണെങ്കിൽ പോലും അവർ ഈ സമരപന്തലിൽ ഉണ്ടാവും. ഞങ്ങൾ ഒന്നിലും കണ്ട് ഭയപ്പെട്ട് പോവില്ല. ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചാണ് നമ്മൾ ഈ തുടക്കം മുതൽ ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ചാണ് നമ്മൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുവാനായിട്ട് നമ്മൾ ശീലിച്ചു. നമുക്കതൊന്നും ഒരു പ്രതികൂലമായിട്ടും തോന്നുന്നേ ഇല്ല. SSLC പരീക്ഷ തുടങ്ങിയെങ്കിലും മക്കൾക്കായി സമയം മാറ്റിവെക്കാൻ പോലും കഴിയാത്തതും സങ്കടം. സമരം ചെയ്യുമ്പോൾ അവരുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സപ്പോർട്ട് അവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. അപ്പോൾ അമ്മ കൂടെ ഉണ്ടാവുന്നതിൻ്റെ അത്ര ഒരു ഇത് വരത്തില്ല പഠനത്തിലൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് തയ്യാറാവുമായിരുന്നു. സമരപന്തലിൽ ഞങ്ങളും വരാം. ഞാൻ പറഞ്ഞ് വരണ്ട, മക്കൾക്ക് എന്തായാലും പഠിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയാളിപ്പോൾ എന്നോട് പിണങ്ങിയിരിക്കുമോ ഞാൻ കൊണ്ടുവരാത്തതുകൊണ്ട്. മഴയിലും വെയിലിലും തളരാതെ ഇവരിങ്ങനെ വീട് വിട്ട് ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 22 ദിവസമായി. ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ പോരാട്ടം തുടരാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.